നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം കുറെ മർഡർ കേസുകൾ നടന്നു. അതിലും ജെസിക്ക കേസ്, പിന്നെ മട്ടുവിന്റെ മർഡർ കേസ്, പിന്നെ നിതീഷ് കട്ടാരയുടെ മർഡർ കേസ്. ഇതിനെക്കുറിച്ച് പബ്ലിക്കിന്റെ അടുത്ത് പല ചർച്ചകളും നടന്നു. ജെസിക്ക ലാലിന്റെ മർഡർ കേസിൽ വന്നിരുന്ന സാക്ഷികളെല്ലാം കൂറുമാറി എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തു. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്താൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ളതാണ്. ഉത്തർപ്രദേശിലെ ശക്തനായ രാഷ്ട്രീയ നേതാവ് ടി.പി. യാദവ് ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ടി.ആർ. ഖട്കറിന്റെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. എന്നിട്ട് വിചാരണ തുടങ്ങാം. ഇന്നത്തെ വിചാരണ തുടങ്ങിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഡി.പി. യാദവിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡി.പി. യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഉത്തർപ്രദേശിൽ ഭയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. യാദവ് സാർ, ഇത് സത്യമാണോ? ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ താങ്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ പേടിക്കുകയാണല്ലോ. ഈ ഡി.പി. യാദവിനെ ആർക്ക് വേണമെങ്കിലും തന്റെ സഹോദരനാണ്, സുഹൃത്താണെന്ന് പറയാം. ഞാൻ ഉത്തർപ്രദേശിലെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഈ രാജ്യത്തെ മുഴുവൻ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ ഡി.പി. യാദവ് ഒരിടത്തും ഭയന്നിട്ടുമില്ല, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല ഈ കാലം വരെ. ഞാൻ അറിഞ്ഞത് താങ്കളുടെ പക്കൽ വലിയൊരു മാഫിയ ഉണ്ട്, അതുകൊണ്ട് താങ്കൾക്ക് ആരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊലപാതകം കൂടെ ചെയ്യാൻ സാധിക്കുമെന്നാണ്. സാർ, ഇത് മീഡിയയുടെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ സങ്കല്പമായിരിക്കാം. പക്ഷേ യഥാർത്ഥ ജീവിതമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതായത് ഇതുവരെ എൻ്റെ ഈ ജീവിതത്തിൽ ഉടനീളം ഒരു സംഭവം പോലുമില്ല. അതായത് ഒരാളെ കടത്തിയെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ. പക്ഷേ യാദവ് സാർ, ഇത് സത്യമല്ലേ? ഉത്തർപ്രദേശ് പോലീസിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ താങ്കളുടെ മേൽ മർഡർ കേസുകളുണ്ട്, കൊള്ളയടിച്ച കേസുകളുണ്ട്, കിഡ്നാപ്പിംഗ് കേസുകളുണ്ട്, അതുപോലെ പല കേസുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പോലീസിന്റെ ഒരു ഭീകര മുഖം എന്താന്ന് വെച്ചാൽ, അതായത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി മുന്നിൽ നിന്ന് ശബ്ദമുയർത്തുന്ന ഒരു വിദ്യാർത്ഥിയെ അവന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ചുമത്തി അവനെ ജയിലിലേക്ക് അയച്ച കാര്യം അറിയാമല്ലോ. താങ്കളും ഒരു കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനുള്ള കാരണം സമൂഹത്തിൽ പലരും എപ്പോഴും ഒരു ഡിഫെൻസീവ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒഫൻസീവ് മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പൊതുജീവിതത്തിൽ നിങ്ങൾ ഒഫൻസീവ് പ്ലേ ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ മേൽ വലിയ വലിയ കേസുകൾ ഇല്ലെന്നാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഒരു വലിയ ലിസ്റ്റ് എന്റെ പക്കലുണ്ട്. ഇതിൽ സെക്ഷൻ 307 കേസുണ്ട്, 302 സെക്ഷൻ കേസുണ്ട്, ഇതിൽ കവിനഗർ ഗാസിയാബാദ് സ്റ്റേഷനിലെ കേസുണ്ട്, താനിഗേറ്റ് ഗാസിയാബാദ് കേസുണ്ട്, മൗത്വാലി ഗാസിയാബാദ് കേസുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഇതിനെയാണോ നിങ്ങൾ ഓതന്റിക് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഓതന്റിക് ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാനത് അങ്ങോട്ട് തരാം. കോളേജ് കാലങ്ങളിൽ ഞങ്ങളെ കുടുക്കിയ ആ കേസിൽ, അതായത് ആ കേസിൽ നിന്ന് ഞാൻ മുക്തനായി കോടതി വിധി വന്നതാണ്. അതിൽ 302 വകുപ്പ് ചേർത്തിട്ടേയില്ല. ഇത് ഇലക്ഷന്റെ സമയത്ത് പുറത്തു വരുന്ന ഒരു ലിസ്റ്റാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷണറാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ലിസ്റ്റ് ടൈപ്പ് ചെയ്യപ്പെട്ട ലിസ്റ്റാണ്. ഇത് ഓതന്റിക് പേപ്പർ അല്ല. ഇതിൽ സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രകളൊന്നുമില്ല. പറയൂ. ഇപ്പൊ ഞാൻ ഇതിൽ ചാലഞ്ച് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് മീഡിയയുടെ ഭാഷ വളരെ നന്നായിട്ട് അറിയാം. അതായത് 1991 താങ്കളുടെ മേൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉപയോഗിച്ച് താങ്കളെ ജയിലിലടച്ചത് സത്യമല്ലേ? തീർച്ചയായും. അതായത് രാഷ്ട്രീയ പകപോക്കലിനായി ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാർ കാരണം അതിന്റെ പരിണിതഫലങ്ങൾ ഞാനും എന്റെ കുടുംബവും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിന്ന് നിങ്ങളുടെ മീഡിയയിൽ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഗാസിയാബാദ് SSP ശൈലത് കാന്ത് മിശ്ര, അദ്ദേഹം മോസ്റ്റ് വാണ്ടഡ് എന്നുള്ള പോസ്റ്റ് ഒട്ടിച്ചത് സത്യമല്ലേ? ഇതും സത്യമല്ലേ. ഞാൻ UP-യിൽ മിനിസ്റ്റർ ആയിരുന്നപ്പോ അന്ന് ശൈലജ കാന്ത് SSP ആയിരുന്നു. അപ്പോ ബുലൻസ് എന്നൊരു ഏരിയയില് ഞങ്ങളുടെ വ്യാപാരികൾക്കിടയിലുള്ള ഒരാളുടെ മേൽ ഒരു കൊള്ളയടിച്ച കേസുണ്ടായിരുന്നു. ആ കേസ് 24 മണിക്കൂറിനുള്ളിൽ ആ കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് അന്ന് ഞാൻ ശൈലജ കാന്തിനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ മന്ത്രിപദം രാജിവെക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ നാട്ടിലേക്ക് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ഇതാണ് തർക്കത്തിനുള്ള ഒരു അടിസ്ഥാനം. പിന്നീട് BJP സർക്കാർ ഭരണത്തിൽ വന്നു. BJP ഞങ്ങൾക്ക് എതിരായ മുഖങ്ങളുള്ള ഒരു വലിയ പാർട്ടിയാണ്. ആ ലൈനിൽ തന്നെ ഞങ്ങളെ നിർത്തിക്കൊണ്ട് ശൈലജ കാന്തിന് SSP ആയി ഒരു കാലഘട്ടത്തിൽ താങ്കൾ BJP-യിൽ ചേർന്നതൊക്കെ സത്യമല്ലേ? ചേർന്നത് സത്യം തന്നെയാ. ചില സമയത്ത് ജീവിതത്തിൽ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കും. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. അതായത് ഞാൻ ഹൗസിലായിരുന്നു. ആ ഹൗസിൽ എനിക്കൊരു അഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരുന്ന പോലീസ് നടപടികൾ
ഞങ്ങളെ മനഃപൂർവ്വം പല കാര്യങ്ങളിലും അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എന്റെ കുടുംബത്തിന്, കുട്ടികൾക്ക് BJP സർക്കാരിലൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി, അതായത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും രീതിയിൽ സാക്രിഫൈസ് ചെയ്തല്ലേ പറ്റൂ. ഒരു സഹോദരൻ, ഒരു സഹോദരി. അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തെ മറികടന്ന് രാഷ്ട്രീയത്തിൽ തുടരാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എടുത്താൽ എന്താ? താങ്കൾ BJPയുടെ ഒപ്പം ഡീൽ സംസാരിച്ചിരിക്കുകയാണ്. എന്റെ കേസൊക്കെ കളയുകയാണെങ്കിൽ ഞാൻ പാർട്ടി ചേരാമെന്ന് ഒരു പറഞ്ഞു. കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിലെ ഡീല് പറയുന്നവരെല്ലാം തന്റെ ജീവിതത്തെയും കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് ചെയ്തേ പറ്റൂ. എനിക്കെല്ലാം ഇവിടെ തുറന്നു പറയാൻ കഴിയില്ല, അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ചില സമയങ്ങളിൽ ചില മനുഷ്യർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട നിർബന്ധമുണ്ടാവുന്നു. ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയും വിഷമവും ഒക്കെ തോന്നാറുണ്ട്. BJPയിൽ ചേരാനുള്ള തീരുമാനമെടുത്തതിൽ സമാജ്വാദി പാർട്ടി ആണെങ്കിലും ശരി, BJP ആണെങ്കിലും DSP ആണെങ്കിലും താങ്കളുടെ അടുത്ത് ശക്തി ഉള്ളതുകൊണ്ട് താങ്കൾ ആവശ്യമാണെന്ന് അവർ കരുതുന്നു. അല്ല, നിങ്ങൾ വലിയ പാർട്ടികളുടെ പേര് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ. ഇനി ഇതിൽ എനിക്കെന്താ പറയാനുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം താങ്കളുടെ അടുത്തുള്ള പവറും താങ്കളുടെ ശക്തിയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. അവർക്ക് നന്നായിട്ട് അറിയാം കോടിക്കണക്കിന് ജനങ്ങൾ എന്റെ പുറകിലുണ്ടെന്ന്. കോടിക്കണക്കിന് യുവാക്കളുടെ സപ്പോർട്ടും കർഷകരുടെ സപ്പോർട്ടും തൊഴിലാളികളുടെ സപ്പോർട്ടും എനിക്കുണ്ടെന്ന് അവർക്ക് മറ്റൊരു കാര്യമുണ്ട്. BSPയുടെ നേതാവായ മായാവതി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾ ബഹുജൻ സമാജ്വാദി പാർട്ടി ചേർന്നപ്പോൾ എനിക്ക് മസിൽ പവർ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. മുലായം സിംഗിന്റെ അടുത്ത് രാജാഭയ്യ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് DP യാദവ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്, രജിസ്ട്രാർ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സത്യമേതാണ് കള്ളമേതാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും തന്നെ ദൂരദർശനിൽ കണ്ടു കാണും. സഹോദരി മായാവതിജി അന്ന് പറഞ്ഞതാണ്, ഇന്നു തൊട്ട് DP യാദവ്, ബാലേശ്വർജി, മെമ്പർ ഓഫ് പാർലമെന്റ് ഞങ്ങളുടെ ഭാഗത്താണെന്ന് അന്ന് പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾക്കും സമൂഹത്തിനും അന്യായം നടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾക്കെതിരായി DP യാദവിനോടൊപ്പം മറ്റെല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു പറഞ്ഞു. ഇത് ഡിസംബർ 29, 2004 സംഭവിച്ചതാണ്. വൈകുന്നേരം 4 മണിക്ക് നടന്ന പ്രസ് കോൺഫറൻസിൽ മായാവതി പറഞ്ഞത്, എനിക്ക് മുലായത്തിന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു മസിൽ പവർ ആവശ്യമാണ്. മുലായത്തിന്റെ അടുത്ത് രാജയുണ്ടെങ്കിൽ എന്റെ അടുത്ത് DP യാദവ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മെമ്മറിയിൽ ചെറുതായിട്ടൊരു കറക്ഷൻ നടത്തിക്കളെ. രാജാഭയ്യ ഇപ്പോ UPയിൽ മിനിസ്റ്ററാണ്. ഒരുപക്ഷെ സഹോദരി മായാവതി മസിൽ പവറിന് വേണ്ടിയാണ് താങ്കൾ ആവശ്യമെന്നാണ് മായാവതി പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, മസിൽ പവറൊന്നുമല്ല. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ പുറകിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുണ്ട്. ജനാധിപത്യത്തിൽ ഇതാണ് വലിയ ശക്തി. ഇതിൽ പരം വലിയ ശക്തി എന്താ വേണ്ടത്? രാഷ്ട്രീയത്തിൽ ശരിക്കും യഥാർത്ഥ ശക്തി എന്താണ്? ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ തോക്കാണ് പ്രധാനപ്പെട്ടതെന്ന് അങ്ങനെയാണ് ഇപ്പോൾ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. യാദവ് സാർ, താങ്കളുടെ മേൽ നേരിട്ടുള്ള കേസുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്നു. പക്ഷെ താങ്കളുടെ കുടുംബത്തിന്മേൽ കേസുകളുണ്ട്. താങ്കളോട് ചോദിക്കാൻ പല കുറ്റാരോപണങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. താങ്കൾ വ്യക്തമായി ഉത്തരം നൽകണം. ഇത് ബ്രേക്കിനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം DP യാദവിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ നമ്മളുടെ വിചാരണയുടെ നടുവിൽ നിൽക്കുന്നത് DP യാദവാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ DP യാദവിന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം സാക്ഷികളെ കൂറുമാറാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. യാദവ് സാർ, ഞാൻ സംസാരിക്കുന്നത് ജെസിക്ക ലാൽ മർഡർ കേസിനെ കുറിച്ചാണ്. അത് എല്ലാവരുടെ മനസ്സിലും വലിയ ബാധിപ്പുണ്ടാക്കിയ ഒരു കേസാണ്. 1999 ഏപ്രിൽ 30 ജെസിക്കയുടെ കൊലപാതകം നടന്നത്. ആ കേസിൽ താങ്കളുടെ മകൻ വികാസ് യാദവ് ഒരു അക്യൂസ്ഡ് ആയിരുന്നു. അതിനുശേഷം വന്ന ജഡ്ജ്മെന്റിൽ എല്ലാ കുറ്റവാളികളെയും കോടതി വെറുതെ വിട്ടു. ആ കേസിൽ വികാസ് യാദവിന് യാതൊരു റോളും ഇല്ല. ഞാനിത് വ്യക്തമായ എല്ലാ തെളിവുകളോടും കൂടിയാണ് പറയുന്നത്. പക്ഷേ ഇതിലെന്റെ വിഷമം എന്താന്ന് വെച്ചാൽ, ശരിക്കുള്ള തെളിവുകളില്ലാതെ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അത് മറ്റു പലരെയും ബാധിക്കും. ഈ കേസിൽ വികാസ് യാദവ് അക്യൂസ്ഡ് അല്ലെന്നാണ്. ഇല്ല, ഇതിൽ വികാസ് യാദവിന് ഒരു റോളും ഇല്ല. 201 വകുപ്പ് അനുസരിച്ച് മനു ശർമ്മ പരിചയക്കാരനായതുകൊണ്ടാണ് കുറ്റം ആരോപിക്കപ്പെട്ടത്. കേസായതിനു ശേഷം ഒരു വണ്ടിയിലേക്ക് മാറ്റി, അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ്. അത് ശരിക്കും ഹൈക്കോർട്ടാണ് ഉൾപ്പെടുത്തിയത്. DP യാദവ് ഒരിക്കലും ചാർജ് ചെയ്യുന്ന ആളല്ല. ഒരുപക്ഷെ നിങ്ങൾ ചാർജ് ചെയ്യുന്നയാളായി. ഇതിനെക്കുറിച്ച് FIR-ൽ എഴുതിയിരുന്നു. അദ്ദേഹം തന്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. ബൽവന്ത്രയുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അറിയാവുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സ്വർണം കൈവശമുണ്ടെന്ന് പറയൂ. ഒരാളുമായിട്ട് ഇടപഴകുന്നത്, സൗഹൃദം സ്ഥാപിക്കുന്നത്, അതൊരിക്കലും ഒരു കുറ്റമോ തെറ്റോ അല്ല. മനു ശർമ്മ ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ല. അത്തരമൊരു കുടുംബത്തിൽപ്പെട്ടയാളുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ബന്ധുവായിട്ടാണ് മനു ശർമ്മ വരുന്നത്.
അതെ, ചണ്ഡീഗഡിൽ സൗഹൃദം എന്ന് എന്റെ പറയുന്നത് മകന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അയാൾ. അതുകൊണ്ടായിരിക്കാം അവനുമായിട്ട് ഇടപഴകിയത്, സൗഹൃദമുണ്ടായിരുന്നത്, പരിചയമുണ്ടായിരിക്കാം. എന്ന് വെച്ച് വികാസ് യാദവ് കുറ്റവാളിയാണെന്ന് പറയാൻ പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊലപാതകത്തിന് ശേഷം ഏപ്രിൽ 30 ശേഷം തന്റെ വീട്ടിൽ സംരക്ഷിച്ചു. പോലീസ് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് DP യാദവ് അതിലെ ബുള്ളറ്റുകൾ മാറ്റിയെന്നാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇക്കാര്യം ഈ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയുകയാണ്. ഈ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയോ ഒരു സാക്ഷിയോ DP യാദവിനെ അറിയുമെന്ന്, DP യാദവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. യാദവ് സർ, ഇത് സത്യമാണോ? താങ്കളുടെ മകൻ പോലീസിന്റെ അടുത്ത് സറണ്ടർ ആയതിനു ശേഷം 19 ദിവസം കഴിഞ്ഞ് അതിനു മുൻപ് തന്നെ ഇൻഫാൽ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം പോലീസിനെ വാങ്ങിയെന്നാണ് കണ്ടാലോ പോലീസിന്റെ നടപടിക്രമങ്ങളിലോ ആർക്കാണ് ഭയം വരാത്തത്? അതായത് അവനോട് ചോദിച്ചപ്പോ അവൻ ബിസിനസ് ചെയ്തിരുന്ന, അവൻ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ജാമ്യം വാങ്ങിച്ചു. അവിടുത്തെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിലെന്താ തെറ്റ്? എത്ര പേരാണ് ജാമ്യം എടുത്ത് പുറത്തു വരുന്നത്? പക്ഷെ അവൻ DP യാദവിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചീത്തപ്പേര് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. അവൻ DP യാദവിന്റെ മകനായതുകൊണ്ട് അവൻ ജാമ്യം എടുത്തത് വലിയൊരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്ത് നിങ്ങൾ 3 ദിവസത്തിനകം ജാമ്യം എടുത്തു വന്ന, അല്ല, ആരുടെ പേരിൽ കേസ് കൊടുത്താലും 4 ദിവസത്തിനകം ജാമ്യം കിട്ടും. അല്ല, എന്റെ മകനായതുകൊണ്ട് മാത്രം അവൻ കുറ്റവാളിയാകില്ലല്ലോ. ഞാൻ ഇത്രയും കാലം ജനങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സേവനമേ ചെയ്തു. സാർ, ഇത് താങ്കളുടെ മകന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണമൊന്നുമല്ല. ഇതിനു മുൻപ് 19ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ മേൽ മർഡർ കേസൊക്കെ ചുമത്തപ്പെട്ടതാണ്. ഈ കേസ് ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്റെ പേരിൽ കേസ് അതായത് ദേവേന്ദ്ര മർഡർ കേസിൽ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ കേസ് അതേ ഗവൺമെന്റ് തന്നെയാണ് പിന്നീട് പിൻവലിച്ചത്. കാരണം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്റെ പേര് അതിൽ ചേർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ ആ കേസ് പിൻവലിച്ചത്. കോടതിയിൽ ആ കേസ് എത്തിയില്ല. സർക്കാർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ആ കേസ് പിൻവലിക്കുകയായിരുന്നു. ജെസിക്ക ലാൽ കേസിൽ പബ്ലിക് ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ സാക്ഷികളെയെല്ലാം കൂറുമാറ്റിപ്പിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം മാറ്റിയതായിട്ടാണ് ഇതുവരെ കേട്ടിരുന്നത്. ഈ അഭിപ്രായങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നീതി മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ശ്രമിക്കരുത്. അതായത് നിങ്ങൾ സൂര്യപ്രകാശത്തിൽ വെച്ച് കാണാൻ ശ്രമിക്കൂ. കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് കോടിക്കണക്കിന് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ നിങ്ങളുടെ പ്രതിനിധി ബാഹുബലി എന്ന് പറഞ്ഞു. പക്ഷെ ബാഹുബലി എന്ന് പറയേണ്ടത് ഹനുമാനെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നവനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. സാർ, ഉത്തർപ്രദേശിൽ എവിടെ പോയാലും ജനങ്ങൾ താങ്കളെ ബാഹുബലി എന്നാണ് വിളിക്കുന്നത്. അല്ല, അങ്ങനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ചിലരാണെങ്കിൽ കൊലപാതകം. നിങ്ങൾ ഇതുപോലെയൊക്കെ പറയുന്നത് നല്ല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാൻ നിങ്ങളെ മീഡിയയുടെ മാഫിയ എന്ന് വിളിച്ചോ? തീർച്ചയായിട്ടും വിളിക്കൂ. എനിക്കിതിൽ പറയുകയാണെങ്കിൽ മീഡിയയിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മീഡിയ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രപതിയെക്കുറിച്ചുള്ള SMS-കൾ, അതിലൂടെ ചിലർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. SMS-ലൂടെ. SMS-ന് ഒരു റേറ്റ് ഉണ്ട്. നിങ്ങൾ അയക്കുന്ന SMS-ന് രാഷ്ട്രപതിയുടെ പേരിൽ 2 ലക്ഷം SMS. ആ മീഡിയയ്ക്ക് എത്ര ഇൻകം വരുന്നുണ്ടെന്നറിയാമോ? സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അല്ലല്ല, ഇതിലെന്താ ഉള്ളത്? ശരിയല്ലേ? ഞാൻ സത്യമാണ് പറയുന്നത്. തെറ്റ് ചെയ്തവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ഒരു മിനിറ്റ്. അവർക്ക് എന്നോട് ചോദിക്കട്ടെ. മാഡം, യാദവ് സാർ, മീഡിയയിലെ SMS-ലൂടെ എത്ര കോടി സമ്പാദിച്ചാലും മീഡിയക്ക് അതുകൊണ്ട് ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മീഡിയ ചെയ്യുന്നത് അല്ലല്ല, ഇത് പേഴ്സണൽ ഒന്നുമല്ല. ദിസ് ഇസ് നോട്ട് പേഴ്സണൽ. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരിക്കലും പേഴ്സണൽ അല്ല. പാവപ്പെട്ടവരുടെ പൈസയല്ല പോകുന്നത്. ഞാൻ പറയുന്നത് യുവാക്കളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് യുവാക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരം ബാധിക്കപ്പെടുന്നത്. നല്ല വഴിയിലല്ലേ കാശുണ്ടാക്കുന്നത്? അവർക്ക് മെസ്സേജ്, ഇവർക്ക് മെസ്സേജ് ചെയ്യുന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഇത് സമ്മതിക്കാൻ പറ്റില്ല. ഇത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ മീഡിയ മാഫിയയാണ്. സാധാരണ ജനങ്ങളെ ചുരണ്ടുന്നതാണെന്ന് ഞാൻ പറയും. യാദവ് സാർ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയയും നിർബന്ധിച്ച് പണമൊന്നും വാങ്ങുന്നില്ല. താങ്കളെ പോലെ കിഡ്നാപ്പ് ചെയ്തൊന്നും അവർ പണം. ഒരു കാര്യം, ഒരേ ഒരു കേസെങ്കിലും ഞാൻ ചാലഞ്ച് ചെയ്യാം. എല്ലാവരോടും ചാലഞ്ച് ചെയ്യാം. DP യാദവിന് ഒരു കിഡ്നാപ്പിംഗ് കേസെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തൂ. നിങ്ങൾ വെറുതെ TV-യിൽ ഇന്റർവ്യൂ എടുത്ത് എന്താണ് തെളിയിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ഒരു പോലീസ് ഓഫീസറെ ഇങ്ങോട്ട് വരുത്തണമായിരുന്നു. ഗാസിയാബാദ് SSP ഇങ്ങോട്ട് വരുത്തണമായിരുന്നു. എനിക്കെതിരെ തെളിവുകൾ ആരാണോ കൈവശം വെച്ചിട്ടുള്ളത് അവരുടെ മുന്നിൽ വെച്ചല്ലേ നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടത്. അതായത് കമ്മീഷണറായ KK പോളിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. KK പോൾ, ഡൽഹി പോലീസ് കമ്മീഷണർ. അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥർ ആരുമില്ല. എന്താണെന്ന് വെച്ചാൽ ജെസിക്ക ലാൽ മർഡർ കേസിൽ അക്യൂസ്ഡ് ആൻഡ് ഉദ്യോഗസ്ഥർക്ക് നടുവിൽ
ചതി കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. അതിരിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചോ? സാർ, ഒരു കാര്യം ഡൽഹി മനസ്സിലാക്കണം, പോലീസ്- ഇതുവരെ ഡൽഹി ഞാൻ പോലീസ് ഡൽഹി പോലീസിനെ തെറ്റായ കുറിച്ച് അന്വേഷണം നടത്തിയതിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാണ്. പോലീസുകാർ, അതായത് അന്ന് രാത്രി ഏകദേശം 1:30 മണിക്ക് അല്ല, ഒരു താങ്കളാണ് മോഡൽ മാറ്റുന്നത്. അർദ്ധനഗ്നിയായി മദ്യം വിളമ്പുന്ന സമയത്ത് അവിടെ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു? ഇതാണോ നമ്മുടെ സമൂഹത്തിനോടുള്ള മതിപ്പ്? ഇതുപോലെയുള്ള ചരിത്രമാണോ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഋഷികളും മുനിവര്യന്മാരൊക്കെ എങ്ങനെയാണോ ജീവിച്ചത്? രാത്രി 1:30 മണിക്ക് ഒരു മോഡൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. വലിയ യാദവ് സാർ, ഉദ്യോഗസ്ഥന്മാർ. ഇത് നമ്മുടെ സംസ്കാരമാണോ? താങ്കളുടെ മകൻ ആ പാർട്ടിയിലുള്ളപ്പോ പാർട്ടിയിൽ ലിക്വർ സപ്ലൈ ചെയ്തില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമല്ലേ? ഞാൻ പറയട്ടെ ഇതിൽ അവരുടെ സാർ, തെറ്റെന്താണെന്ന്? എന്റെ മകൻ അവിടെ ഇല്ലായിരുന്നു. ഇതിൽ എന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു പറയാത്തത്? ആ പെൺകുട്ടിയെ പറ്റി താങ്കൾ പറഞ്ഞ ആരൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാർ, ഇതൊക്കെ സാർ, നിങ്ങൾ പുറത്തു പറയാത്തത് യാദവ് സാർ, എന്തുകൊണ്ടാണ്? മറുപടി യാദവ് പറയൂ. സാർ, മദ്യം വിളമ്പിക്കൊണ്ടിരുന്നെന്ന് താങ്കൾ ഏത് പെൺകുട്ടിയെ അന്ന് കുറിച്ച് രാത്രി പറഞ്ഞു? ഒരു റെസ്റ്റോറന്റിൽ രാത്രി 1:30 മണിക്ക് മദ്യം വിളമ്പുന്നുണ്ടായിരുന്നു. ആ റെസ്റ്റോറന്റിന്റെ ഉടമകളെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കുറ്റം ആരോപിക്കാത്തത്? യാദവ് അതിനുശേഷം സാർ, താങ്കൾ ഈ കാര്യം പറയൂ. ഒരു പെൺകുട്ടി മദ്യം വിളമ്പിയതായി താങ്കൾ പറയുന്നു. എന്നിരുന്നാലും അവളെ കൊല്ലാൻ ആർക്കാണ് അധികാരമുള്ളത്? റവാനിയുടെ എവിഡൻസ് വായിച്ചു. അല്ലല്ല, ഞാൻ പറയുന്നത് കൊല്ലാനുള്ള അധികാരം ആര് നൽകിയെന്നാണ്. കുറിച്ചാണ് പറയുന്നതെങ്കിൽ താങ്കൾ നിങ്ങൾ എന്റെ അടുത്ത് ഒരു മാലിനി കാര്യം മാത്രം റവാനിയുടെ വ്യക്തമാക്കൂ. എവിഡൻസ് ഞാൻ ആ പറയട്ടെ. പെൺകുട്ടി അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ആ മാലിനി പെൺകുട്ടിയെ റവാനി കൊല്ലാനുള്ള എന്ത് അധികാരം ആരാണ് സ്റ്റേറ്റ്മെന്റാണ് നൽകിയത്? കൊടുത്തതെന്ന് വെച്ചാൽ, മനു ശർമ്മ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഹീസ് നോട്ട് ദാറ്റ് പേഴ്സൺ. മാലിനി റവാനി, അതായത് ആ റെസ്റ്റോറന്റിന്റെ മുതലാളി. സാർ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ്, താങ്കൾ ചോദിക്കുന്നുണ്ടോ? എങ്കിൽ താങ്കൾ ചോദിക്കൂ. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മീഡിയയെ പറ്റി സംസാരിക്കുന്നു, അവർക്ക് സപ്പോർട്ടാണെന്ന് പറയുന്നു. ആ സമയത്ത് ചിലപ്പോ മീഡിയ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കാം, മാലിന്യം സപ്പോർട്ടിംഗ് ആയിരിക്കാം. അല്ല, അങ്ങനെയോ ഞങ്ങൾക്ക് ആവാലോ അല്ലേ? തെളിവുകളുടെ യാതൊരു ആവശ്യവുമില്ല. അതിൽ ഞങ്ങൾക്ക് റോളില്ല. അതായത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ മീഡിയ താങ്കളുടെ റോൾ ഇതിൽ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഞാൻ അങ്ങനെ ആരുടെ മേലും കുറ്റം വളരെ ആരോപിച്ചിട്ടില്ല. മോശമായിട്ടാണ് ഞാനൊരു സംസാരിക്കുന്നത്. സംഘടനയെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണ് അതായത് പറയുന്നത്? ഇന്ന് ഞാൻ മദ്യം പറയുന്നത് വിളമ്പുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണോ താങ്കൾ പറഞ്ഞു അല്ല, വരുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളോടാണ്. അല്ല, ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിക്കൂ. ചോദിച്ചോട്ടെ? ഒന്ന് ചോദിച്ചോട്ടെ? താങ്കൾ ചോദിക്കൂ. നിങ്ങളുടെ സംസാരം മുഴുവൻ ജെസിക്കയ്ക്ക് എതിരായിട്ടാണല്ലോ. പറഞ്ഞു വരുമ്പോ ഇതെല്ലാം അക്യൂസ്ഡിന് എതിരായിട്ടാ ഉള്ളത്. ആക്ച്വലി കുറ്റം ചുമത്തപ്പെട്ടവർക്ക് എതിരായിട്ടാ വരേണ്ടത്. ഇത് നിങ്ങളെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാ, സംസാരിക്കുന്ന വിധം കേട്ടാല് അവര് തെറ്റായ രീതിയിൽ ഡ്രിങ്ക്സ് കൊടുത്തോണ്ടേയിരുന്ന അതും നോക്കുവാണെങ്കിൽ ബാധിക്കപ്പെട്ട പെണ്ണിന്റെ മേലെയാ തിരിയുന്നത്. പക്ഷേ അക്യൂസ്ഡ് ആയിട്ട് ഉള്ളവരെ പറ്റിയും പബ്ലിക് അക്യൂസ്ഡ് ആയിട്ട് വിചാരിക്കുന്നവരെ പറ്റിയും അല്ല, നിങ്ങളൊന്നും ഞാനൊരു പറയുന്നില്ല. സംഘടനയെ കുറിച്ചാണ് ചോദിച്ചത്. ആ അതായത് വിഷയത്തിലുള്ള ഞാൻ ചോദ്യങ്ങൾ നിങ്ങൾ അതെ, നോക്കൂ കേൾക്കുന്നില്ലല്ലോ. മാഡം, ഇത് കോടതിയുടെ തീരുമാനമാണ്. ഇത് ഞാൻ അതിനെ കുറിച്ച് പറയില്ല. നിങ്ങൾ പറയുന്ന പിന്നെ ഓരോ കാര്യങ്ങളും കോടതിക്ക് എന്ത് അക്യൂസ്ഡിന് വിലയാണുള്ളത്? അനുകൂലമായിട്ടാണ് എന്ത് മതിപ്പാണുള്ളത്? സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയൂ. കുറ്റവാളിക്ക് ഇതിൽ against ആർഗ്യുമെന്റ് ആയിട്ട് ചെയ്യാനായി നിങ്ങളുടെ ഗ്രഡ്ജ് ജെസിക്കയുടെ അടുത്തല്ലേ? കറക്റ്റ് സാർ, അല്ലേ? അവര് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഉത്തരവൊക്കെ കാണുമ്പോൾ താങ്കൾ അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലാണ് തോന്നുന്നത്. അങ്ങനെ സാർ, അത് എനിക്കൊരിക്കലും നീതിപീഠത്തെ ബഹുമാനിക്കാതിരിക്കാനാവില്ല. മരിച്ചവർക്കെതിരായിട്ട് അല്ല, സംസാരിക്കുന്നു. കോടതി വിധി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എപ്പോഴും ആർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്ന് വെച്ചാൽ, അതായത് അവകാശങ്ങളെപ്പറ്റി ധൈര്യമായി പറയുന്നവർക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിക്കുന്നവർക്ക് വേണ്ടി പക്ഷേ ഇപ്പോൾ ശബ്ദമുയർത്തും. താങ്കൾ കൊലപാതകങ്ങൾക്കും മാഫിയകൾക്കും സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന പോലാണ് തോന്നുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ടല്ലേ വെല്ലുവിളിച്ചത്. അതായത് ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു സാക്ഷി, DP യാദവിനെ എനിക്കറിയാം, അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യാദവ് സാർ, ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം താങ്കളുടെ മേൽ നേരിട്ട് ചുമത്തപ്പെട്ട കേസുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് DP യാദവിന്റെ മേൽ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ DP യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കഠാര കൊലപാതകത്തിന്റെ പ്രധാന സാക്ഷിയെ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാദവ് സാർ, ഫെബ്രുവരി 16, 2002 കേസിനെ കുറിച്ച് താങ്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിതേഷ് കഠാര എന്ന ഒരു പാവം പിടിച്ച യുവാവ് കൊല ചെയ്യപ്പെട്ടു. ശിവാനി എന്ന വ്യക്തിയുടെ വിവാഹത്തിന് അയാൾ പങ്കെടുത്തിരുന്നു. ആ വിവാഹത്തിൽ താങ്കളുടെ മകനും ഉണ്ടായിരുന്നു. ആ കൊല താങ്കളുടെ മകനാണ് ചെയ്തതെന്ന് കോടതി ജഡ്ജിമെന്റ് നൽകി. അതെ, ആ വിവാഹത്തിൽ എന്റെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നിരിക്കും. കാരണം ആ പെൺകുട്ടി എന്റെ മകളുടെ ക്ലാസ്മേറ്റാണ്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത് അത്ര വലിയ കുറ്റമാണോ? ബന്ധങ്ങൾ കൊണ്ട്, സൗഹൃദം കൊണ്ട് വിവാഹത്തിനും മറ്റുമൊക്കെ വന്നു പോകുന്നത് സാധാരണയല്ലേ? പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാത്തൊരു കുറ്റാരോപണമാണ്. അതായത് എന്റെ മകൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ.
ഇത് മുഴുവനായും ഒരു രാഷ്ട്രീയ പകപോക്കലാണ്. ഞാനിത് വളരെ വിശദമായി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചാനലിന്റെ സമയം കുറേ പോകും. ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയാം. അതായത് ഈ ഒരു സമയത്തും ഞാനും എന്റെ കുടുംബവും ഒരു നെറികെട്ട രാഷ്ട്രീയ ചതിക്കിരയായിട്ടുണ്ട്. അതേ ദിവസം അതേ രാത്രി വികാസ് യാദവും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് വോട്ടെണ്ണൽ ദിവസമായിരുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. എന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയ നിമിഷം. എന്റെ മകൻ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയെ റൺ ചെയ്യുന്നയാളായിരുന്നു. അവനെ പ്ലാൻ ചെയ്ത് അന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതായത് വോട്ടെണ്ണൽ ദിവസം തന്നെ. ഇത് ജനങ്ങൾക്കറിയില്ല. യാദവ് സാർ, ഇത് സത്യമാണോ? പറയൂ. ആ വിവാഹത്തിൽ നോക്കുകയാണെങ്കിൽ താങ്കളുടെ മകളും ഉണ്ടായിരുന്നു, അതെ, താങ്കളുടെ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ആ വിവാഹത്തിൽ നിതീഷ് കട്ടാരെ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. താങ്കളുടെ മകൾ ഭാരതി യാദവും നിതീഷ് കട്ടാരെയും വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാം. മക്കൾ മീഡിയ നോക്കുന്ന പോലെയുള്ള കണ്ണുകളില്ല. നിങ്ങളെപ്പോലെ ഞാൻ എല്ലാ കാര്യവും അറിയുന്ന ആളല്ല. ഇത് മഹാഭാരത കാലവുമല്ല. അതായത് സഞ്ജയനുണ്ടായിരുന്ന ദൈവിക കാഴ്ച പോലെ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം, എനിക്കില്ല. ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കെങ്ങനെ അറിയാനാ? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാനിപ്പോ പറയാം. അതിന് തെളിവായി ഇതാ ഈ ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോയിൽ താങ്കളുടെ മകളും മരുമകൻ വിശാലും ഉണ്ട്. ഞാൻ എന്റെ കുടുംബത്തെക്കുറിച്ച് മുഴുവനായും പറഞ്ഞല്ലോ. ഞാൻ എതിർത്തില്ലല്ലോ. അല്ലല്ല, ഈ ഫോട്ടോയിൽ നോക്കൂ, താങ്കളുടെ മകളും നിതീഷും ഉണ്ട്. അല്ല, ഇതിൽ എന്താ ഇപ്പൊ തെറ്റുള്ളത്? ഒരു വിവാഹ വീട്ടിൽ നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോയും ഉണ്ട്. ഒരു കാര്യം മാത്രം പറയൂ, താങ്കളുടെ മകൾക്കും നിതീഷ് കട്ടാരയ്ക്കും നടുവിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് വെറും കുറ്റാരോപണം മാത്രമാണ്. അതായത് ഇതൊരു അലിഗേഷനാണ്. ഈ കുറ്റാരോപണം സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒരു പ്രാവശ്യം ആ ഫോട്ടോ ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഫോട്ടോയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നീലം കട്ടാര ജെസിക്ക ലാലിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. നിങ്ങൾ നിതീഷ് കട്ടാരയുടെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. സർ, എനിക്ക് ഈ കാര്യമൊക്കെ അറിയാം സർ. ഞാൻ താങ്കളുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഈ കാര്യത്തെ എതിർക്കുകയാണോ? അതായത് ഈ ഫോട്ടോ കണ്ടതിന് ശേഷവും? ശരി, അതായത് പിന്നെ നിങ്ങൾ പറയൂ, ഈ ഫോട്ടോ ആരോടൊപ്പമാണ് വേണ്ടതെന്ന്, എങ്ങനത്തെ സ്ഥലത്താണെന്ന് പറയൂ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഇതുപോലെ കമ്പ്യൂട്ടറിൽ ആയിരക്കണക്കിന് എക്സ്പെർട്സ് ഉണ്ട്. കണ്ടതിന് ശേഷം താങ്കൾ ഇങ്ങനെ പറയുക. ഉത്തരം ജനങ്ങൾ പറയട്ടെ, അതുപോലെ കോടതിയും പറയട്ടെ. ഈ ഫോട്ടോയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? അതാണ് എന്റെ വിഷമം. നിങ്ങൾ കോടതിയെ വിധി പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോ എല്ലാം കണ്ടതിന് ശേഷം നിതീഷിനും ഭാരതിക്കും നടുവിൽ ക്ലോസ് ആയ സൗഹൃദം ഉണ്ടെന്നുള്ളത് എതിർത്തില്ലല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കാം. ഞാൻ എതിർത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പറയുന്നത് ഇത് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ ഫോട്ടോ ശരിക്കും ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഫോട്ടോ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അത് മറ്റൊരു കാര്യം. ഇത് സൃഷ്ടിക്കപ്പെട്ട ഫോട്ടോ ആണെന്നാണോ താങ്കൾ പറയുന്നത്? ഒരു പ്രാവശ്യം താങ്കൾക്ക് കുടുംബത്തിന്റെ പേരിലും ചുമത്തപ്പെട്ടോ? അതായത് എന്റെ മകന്റെ പേരിൽ ചുമത്തപ്പെട്ട അലിഗേഷൻ പറയൂ. പിന്നെ ഗാസിയാബാദിൽ നടന്നൊരു വിവാഹത്തിൽ നിന്ന് ഒരു യുവാവിനെ കാറിൽ കടത്തിക്കൊണ്ട് പിന്നീട് അവനെ ഡൽഹിയിലേക്ക്, എവിടേക്ക്? എന്റെ അടുക്കലേക്ക്. അതിനുശേഷം അവനെ കാസിയാബാദിലേക്ക് കൊണ്ടുപോയി. കാസിയാബാദിൽ നിന്ന് ബുലൻസർ ഇന്ന് ഗുരുജ. പിന്നെ ചുറ്റിയിൽ ഉപയോഗിച്ച് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ശരി, പോസ്റ്റ്മോർട്ടം ഡോക്ടർ എന്താ പറഞ്ഞത്? അത് നിങ്ങൾ എന്തെങ്കിലും ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കേസിന്റെ ഉള്ളടക്കം എന്താ നിങ്ങൾക്കറിയോ? യാദവ് സാർ, ഈ കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ എല്ലാവർക്കും അറിയാം. വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. വെറുതെ വായിൽ വരുന്നൊന്നും വിളിച്ചു പറയരുത്. അതായത് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് മെസ്സേജായി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണെന്ന് മനസ്സിലാക്കി മീഡിയയിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയൂ. അതായത് മനു ശർമ്മയ്ക്ക് ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നിതീഷ് കോടതിയെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാനൊരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ഞാൻ റോട്ടിൽ നിന്ന് കയറി വന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നീതിപീഠത്തെ കുറിച്ച് എന്താണ് കരുതുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്. ഈ കാര്യം സത്യമാണോ? ഭാരതി യാദവ് എന്ന വ്യക്തി ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണോ? നിങ്ങൾക്ക് ശരിക്കും ഈ കാര്യം അറിയില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കേസ് ആരംഭിച്ച് 2 മാസത്തിനകം ഭാരതി അതിൽ സാക്ഷിയാക്കിയത്. സാക്ഷി തന്നെയാണ്. പക്ഷേ നീലം ഖഡാറിന്റെ രണ്ടാമത്തെ മകനും സാക്ഷിയാണ്. കോടതി എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകൂ. അതായത് താങ്കൾ സാക്ഷി ആയതിനു ശേഷം ഭാരതിയെ രാജ്യത്ത് നിന്നും പറഞ്ഞയച്ചോ? അങ്ങോട്ട് പറയുന്നത് കേൾക്കാത്തത്.
ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകൂ. നിതിൻ കട്ടാര, നീലം കട്ടാരയുടെ രണ്ടാമത്തെ മകനും ഇതിലൊരു സാക്ഷിയാണ്. ആ സാക്ഷി എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിരുന്നോ? കോടതിയുടെ ഏതെങ്കിലും ഉത്തരവ് നിങ്ങൾ കണ്ടിരുന്നോ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മീഡിയയിലോ പേപ്പറിലോ ന്യൂസിലോ ആ സാക്ഷി ഹാജരാക്കാൻ ശ്രമിച്ചിരുന്നോ? അതിനുള്ള സ്റ്റെപ്പ് എടുത്തിരുന്നോ? അങ്ങനെയൊന്നും നടന്നില്ല. DP യാദവിന്റെ മകളായതുകൊണ്ട് വാറണ്ട് അയക്കാന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഇതുവരെ ഒരു സാക്ഷിക്ക് വാറണ്ട് അയച്ച ചരിത്രമുണ്ടോ? ഒരു പക്ഷേ താങ്കളുടെ മകൾ. എന്റെ ഉള്ളിലും ഇതുപോലുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ കെട്ടുണ്ട്. പക്ഷേ DP അത് വെറും കൈയോടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, കാണുമല്ലോ, താങ്കളുടെ കയ്യിൽ ക്രിമിനൽ മാനുവൽ പുസ്തകമുണ്ട്. ഞാൻ CRPC കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഞാൻ തീർച്ചയായും ഉത്തരം പറയും. അതും തെളിവോടുകൂടി പറയും. അതുകൊണ്ടാണ് CRPC കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇത് കൊണ്ടുവന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് കോടതിയുടെ തീരുമാനമല്ലേ? കോടതി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഭാരതി യാദവ് ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ് നിതീഷ് കട്ടാര മർഡർ കേസിൽ. പക്ഷെ താങ്കൾ ഭാരതിയെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് അയച്ചു. കോടതി വീണ്ടും വീണ്ടും വിളിപ്പിച്ചിട്ടും താങ്കൾ അവരെ വിദേശത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്നില്ല. ഒരു കുട്ടി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ ആ കുടുംബത്തിനും അതിനുള്ള യോഗ്യതയും സൗകര്യവും ഉണ്ടെങ്കിൽ അയക്കട്ടെ, അതിലെന്താ തെറ്റ്? പക്ഷെ കോടതി അവരെ പ്രധാന സാക്ഷിയായിട്ട് വിളിക്കുമ്പോൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം. അതായത് കോടതിയുടെ കാര്യം രജത് സാർ, അവിടെ കേസ് പെൻഡിംഗ് വേണ്ട, നിങ്ങൾ എന്ത് വേണേലും പറയും. ഞങ്ങൾ എങ്ങനെയാണ് കോടതിയെ ചോദ്യം ചെയ്യുക? ഞങ്ങൾ കോടതിയെയും നിയമത്തെയും ബഹുമാനിക്കുന്നവരാണ്. നിങ്ങൾ അതിനും മുകളിൽ പോയി വിധി പറയുന്നവരല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാനെന്താ ചോദിക്കുന്നത്, അതായത് കോടതി എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് അംഗീകരിക്കും. കോടതി എന്തു പറഞ്ഞാലും അതിനെതിരെ വിധി പറയാൻ ഞങ്ങൾ ആരാണ്? സത്യമായിട്ടും കോടതി ഭാരതി യാദവ് ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്, ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ താങ്കൾ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് അവിടെ നിന്ന് ഭാരതി തന്റെ അമ്മാവൻ വഴി ഒരു റിക്വസ്റ്റ് കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് വീഡിയോ കോൺഫറൻസ് വഴി നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഇന്നീ ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മുഖാമുഖം ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിൽ നേർക്കുനേർ ഇരുന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത്ര വ്യക്തമായി നമ്മളെ കാണാൻ കഴിയാതെ പോകും. നിങ്ങളുടെ ഈ സുന്ദരമായ മുഖം അവർക്ക് കാണാൻ കഴിയുമോ? അതോ എന്റെ മുഖം കാണാൻ കഴിയുമോ? ഇപ്പൊ മീഡിയയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ ലോകത്തെ എല്ലാ സൗകര്യങ്ങളും ഇഷ്ടംപോലെ. സാർ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് മീഡിയയുടെ ജോലിയല്ല, കോടതിയുടെ ഉത്തരവാണ്. അതായത് ഭാരതി യാദവിനെ സാക്ഷിയായി കൊണ്ടുവരണമെന്ന് താങ്കൾ രക്ഷപ്പെടാൻ നോക്കിയാണ്. ഇതും കോടതിയിൽ വെച്ചൊരു റിക്വസ്റ്റാണ്. പക്ഷേ എനിക്കിതിൽ വേദന എന്താന്ന് വെച്ചാൽ, അതായത് അന്യായം ഞങ്ങൾക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. 4 വർഷമായി എന്റെ മകൻ ജയിലിൽ കിടക്കുകയാണ്. അതായത് ഏക മകൻ, കുടുംബത്തിനു വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരുന്ന ഏക മകൻ, ഇൻഡസ്ട്രിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ, അവൻ 4 വർഷം ജയിലിൽ കിടന്നാൽ ആ വേദനയും വിഷമവും എങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഒരു കൊല നടത്തിയിട്ട് ഒരാളുടെ പേരിൽ വ്യക്തമായി, അതായത് ഒരു ഭാഗം നോക്കിയാൽ ഇങ്ങനെ, അതായത് നേരിട്ട് ആരും കണ്ടിട്ടില്ല, എതിരെ യാതൊരു സാക്ഷികളുമില്ല, പക്ഷേ ഒരു കുറ്റവാളിയായി നിർത്തിയിരിക്കുകയാണ്, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് മറ്റൊരു ഭാഗം നോക്കിയാൽ അവൻ എന്താണ് സംഭവിച്ചത്, അതെങ്ങനെ സംഭവിച്ചു, ശരിക്കും എന്താ ഏതാന്ന് ആർക്കും തന്നെ അറിയില്ല. പക്ഷെ അവനെ ജയിലിലാക്കാൻ വേണ്ടി എല്ലാ പവറും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സാർ, നിങ്ങളോട് പേടി കൊണ്ടാണ് ആരും നിങ്ങളോട് ചോദ്യം പറയാനുള്ളത് പറയട്ടെ. എനിക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ജയിലിലാണെന്നുള്ളതുകൊണ്ട് വിഷമത്തിലാണ് നിങ്ങൾ. അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ 2 വർഷമായാലും 14 വർഷമായാലും ശിക്ഷ അനുഭവിച്ച ശേഷം വന്നോളും. പക്ഷേ ഒരു മകനെ നഷ്ടപ്പെട്ട കുടുംബത്തെ ആരാണ് നോക്കുക? അല്ല, ഇതില് വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാ, അവൻ നിരപരാധിയായിരുന്നിട്ട് കൂടി 14 വർഷം ശിക്ഷ. അവനും അതിൽ നിരപരാധിയാണല്ലോ. നിതീഷ് കട്ടാരിയും നിരപരാധിയാണല്ലോ. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയത്? നിങ്ങൾ നല്ലൊരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ മകളുടെ അടുത്ത് സൗഹൃദം വെച്ചത് മാത്രം. ഞാൻ ഒരു കുറ്റത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഒരിക്കലും അതിന് നിൽക്കില്ല. നോക്ക് സാറേ, ഇല്ലാതെ ഒരിക്കലും പുക വരില്ലല്ലോ. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നത് എന്നാണോ പറയുന്നത്? അതെ. എന്തുകൊണ്ടാ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്റെ അറിവില് ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 85 MP-മാരുണ്ട്. പാർട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാത്തത്? 85 MP-മാർ. മനസ്സിലുള്ള ഒരു വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് താങ്കളുടെ മകൻ ഒരു പക്ഷേ കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഭാരതിയെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് നിർത്താമല്ലോ. ഇതൊക്കെ കോടതിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു. എന്റെ വിഷമം എന്താണ്? മറ്റൊരു കാര്യം, കോർട്ട് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. എനിക്ക് അതുകൊണ്ടാണ് വിഷമം ഉണ്ടായത്. അതായത് ഒരു വിറ്റ്നസിനെതിരായി വാറണ്ട് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. പക്ഷേ
ഗുൽഷൻ കുമാർ, അദ്ദേഹം ഒരു വ്യവസായ പ്രമുഖനാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അദ്ദേഹം നോയിഡയിൽ ഒരു വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹം ബോംബെയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഈ കേസിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ടില്ല അക്യൂസ്ഡിനെതിരായി. പക്ഷേ ഈ കേസിന്റെ കാര്യം സാർ, താങ്കൾ എല്ലാ കേസും മിക്സ് ചെയ്യുകയാണ്. പക്ഷെ ഭാരതിയെ മറച്ചു വെച്ചതിനെ കുറിച്ച് താങ്കൾ ഒന്നും തന്നെ പറയുന്നതേ ഇല്ല. ഞാൻ എന്തിനാണ് അവളെ ഒളിപ്പിച്ചു വയ്ക്കാൻ പോകുന്നത്? ഭാരതിക്ക് അവരാണ് വാറണ്ട് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിന് തനിയെ അതിനുള്ള മറുപടി കിട്ടും. താങ്കൾ ചോദിക്കൂ. ലാസ്റ്റ് റോയിൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയാതെ ചുറ്റി വളഞ്ഞ് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. വെറുതെ ആരാ കുറ്റം ചുമത്തുന്നേ? അതായത് യഥാർത്ഥത്തിൽ സാർ, തീയില്ലാതെ പുകയുണ്ടാവില്ല, അതറിയാനല്ലേ സാർ? അതായത് ആദ്യമായി ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് അക്ഷരശുദ്ധി വേണം. ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇക്കാര്യം തന്നെ അവരും താങ്കളോട് പറയാമല്ലോ. പക്ഷേ താങ്കൾ ഒരു പെൺകുട്ടി മദ്യം വിളമ്പിയതായി കുറ്റം ആരോപിക്കുന്നു. താങ്കളുടെ ഭാഷയിലും കുറച്ച് മാന്യതയാവും. അത് ഞാൻ കുറ്റം ആരോപിച്ചിട്ടില്ല, അത് മീഡിയ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ഈ റെസ്റ്റോറന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ വന്ന വിവരമാണ്. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം അറിയോ? താങ്കൾ സാർ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ കാര്യം അറിയോ? അതായത് ക്യാമറൻ കോർട്ടിൽ എന്താണ് നടന്നതെന്നുള്ളത്? നോക്കൂ സാർ, അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നിതീഷ് കട്ടാരയുടെ കേസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ടല്ലോ. താങ്കൾ ഇവിടെ ധാരാളം പേർ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ ജനങ്ങളുടെ ചോദ്യത്തിന് യാദവ് സാർ എന്തുത്തരം നൽകുമെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് DP യാദവിനോടാണ്. അതായത് DP യാദവ്, അദ്ദേഹത്തിന്റെ മകൻ വികാസ് യാദവ്, ജെസിക്ക ലാൽ മർഡർ കേസിലെ അക്യൂസ്ഡ്. ആ വികാസ് യാദവ് നിതീഷ് കട്ടാര മർഡർ കേസിലും അക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം ദേഷ്യവും അതൃപ്തിയുമുണ്ട്, ചോദ്യങ്ങളുമുണ്ട്. ഈ ഭാഗത്ത് ജനങ്ങളുടെ ചോദ്യം DP യാദവിനെതിരായി. അതായത് നിങ്ങൾക്കെതിരെ ഒരുപാട് കുറ്റം ചുമത്തിയിട്ടുണ്ട്. പോരാഞ്ഞ് നിങ്ങളുടെ മകന്റെ പേരെ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെ പേരെയും ഒരുപാട് കുറ്റങ്ങൾ ആരോപിച്ചാല് ആ ശിക്ഷയെല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നോക്കൂ, ശിക്ഷിക്കുന്നത് ശിക്ഷിക്കാതിരിക്കുന്നത് അത് കോടതിയുടെ അധികാരമാണ്. ഇതില് എനിക്കൊന്നും പറയാൻ കഴിയില്ല. രജത് സാറിന് വേണമെങ്കിൽ ചിലപ്പോൾ കഴിയുമായിരിക്കും. എന്നോട് ചോദിച്ചാൽ അച്ഛനും ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നേ പറയൂ. അതെ, ഒരു മകൻ തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ അവനെ ശിക്ഷിച്ച് നല്ല വഴി കൊണ്ടുവരേണ്ടത്. നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യൂ, അറിയുമെങ്കിൽ പറയൂ. താങ്കൾ ചോദിക്കൂ. രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയൊക്കെയുണ്ട്. നിങ്ങള് രാഷ്ട്രീയക്കാര് ഇന്ത്യക്ക് വേണ്ടി എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മകനും മകളും ഒക്കെ എല്ലാ കേസിലും ഏകദേശം ഉണ്ട്. ഇതാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിള്? ഇതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഭാരതി കോർട്ട് വിറ്റ്നസിന് തയ്യാറായില്ലെങ്കിൽ അത് പിന്നെ സൊസൈറ്റിക്ക് എന്ത് എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്? നോക്കൂ, ഉത്തരവാദിത്വം എന്നത് ഈ സമൂഹത്തോടുമുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തോടുമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ഉള്ളതല്ലേ? കാരണം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. ഓരോ കാര്യവും ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. എപ്പോഴും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. അതോടൊപ്പം എനിക്ക് എന്റെ കുടുംബത്തിന്റെ ചുമതലയുമുണ്ട്. ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ്. താങ്കൾ ജനങ്ങളുടെ അടുത്ത് ഉത്തരവാദിത്വം നിറവേറ്റാതെ കുടുംബത്തിലാണ് കൂടുതൽ. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും താങ്കൾ താങ്കളുടെ മകളെ ആസ് എവിഡൻസ് ഒരു സാക്ഷിയായി കോടതിയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? കോടതിയുടെ നടപടിക്രമങ്ങൾ നമുക്ക് തടയാൻ കഴിയൂ. വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണല്ലോ. പിന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ഏതാണ് തടഞ്ഞത്? ഇതിൽ വാറണ്ട് ഇഷ്യൂ ചെയ്തത് തെറ്റാണെന്ന് അവിടെ യാതൊരു അപേക്ഷയും കൊടുത്തില്ല. പക്ഷെ എനിക്ക് വിഷമമായി. അതായത് ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ ശബ്ദമുയർത്തുന്നത്, അതായത് എനിക്കും എന്റെ കുടുംബത്തിനും ഇതിൽ നീതി കിട്ടിയേ പറ്റൂ. അതായത് നീതി നിങ്ങളുടെ അവകാശം എന്ന പോലെ എന്റെയും അവകാശമാണ്. ഞാനും ഈ നിയമ സംവിധാനത്തിന് കീഴിലല്ലേ ജീവിക്കുന്നത്. എന്റെ കുടുംബവും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. അതായത് എന്റെ കുടുംബം ഏത് കാര്യത്തിലാണ് മുകളിലെന്ന് വെച്ചാൽ, എന്റെ കുടുംബം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ആ അവകാശം ഇല്ലെന്നാണോ പറയുന്നത്? കട്ടാരയുടെ അമ്മ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അവരുടെ അടുത്ത് ഇമെയിൽ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെ മകളുടേതാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ സഹോദരനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന്. എന്റെ അടുത്ത് നിതീഷ് കട്ടാരയുടെ അമ്മ നീലം കട്ടാര ഭർത്താവിനെതിരെ
CBI ഏറ്റെടുത്ത കേസുകൾക്കെതിരെ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് എന്റെ അടുത്തുണ്ട്. താങ്കളെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല, എന്തിനാണ് മറ്റുള്ളവരെ എന്റെ കൊണ്ടുവരുന്നത്? പേരിൽ എന്ത് കുറ്റാരോപണം ഉള്ളത്? എന്താണുള്ളതെന്ന് പറയൂ. അല്ല, ഇവിടെ രജത് സാർ എങ്ങനെ അതെ. നിൽക്കുന്നു അതുപോലെ DP അതെ, യാദവ് അതെ, ഞാൻ ഇവിടെ ചോദിക്ക്. എന്റെ നിൽക്കില്ലേ? ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ നിങ്ങൾ ജെസിക്ക ലാലിനെ നട്ടപ്പാതിരാത്രി ഹാഫ് ഡ്രസ്സില് റിങ്സ് അടിച്ചോണ്ടിരുന്നല്ലേ നിങ്ങൾ പറയുന്നത്? അവർക്കും അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ അവരെ വെറും മോശമാക്കിയാണല്ലോ ഇല്ല, സംസാരിക്കുന്നത്. ഞാനതിനെ എതിർക്കുന്നില്ല. ഞാനൊരു സംഘടനയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അല്ല, ജെസിക്ക ലാലിനോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. ഞാനൊരു സംഘടനയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു. സർ, അതായത് കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഞാൻ- അവരെ കൊന്നവർക്ക് അല്ല, താങ്കൾ അല്ല, സപ്പോർട്ട് ചെയ്യുന്നു. കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന് പകരം ഞാൻ അവരുടെ പേര് പറയുന്ന കാര്യം കെടുത്താണല്ലോ ആദ്യം ചെയ്യുന്നത്. നിങ്ങളത് നിങ്ങൾ എന്താ മനസ്സിലാക്കണം. പറയേണ്ടിരുന്നെന്ന് ഞാൻ വെച്ചാൽ പറയട്ടെ. നിങ്ങൾ ആ നോക്കൂ, കുറ്റവാളിയെ എന്റെ ശിക്ഷിക്കണമെന്നാണ് എതിർപ്പെന്നത് പറയേണ്ടിരുന്നത്. ആ സംഘടനയോട് മാത്രമാണ്. എന്റെ ആഗ്രഹം ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിയോജിപ്പുമില്ല. യാദവ് സർ, താങ്കൾ ഇക്കാര്യം തന്നെ നിതീഷ് കട്ടാരയുടെ കേസിലും പറയുമോ? നിതീഷ് കട്ടാരയെ കൊന്നവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന്? തീർച്ചയായും. പക്ഷെ അത് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കാൻ പാടൂ. വ്യാജ കുറ്റാരോപണം ആകരുത്, അന്യായമായിരിക്കും, സർ, സത്യം എന്താണെന്ന് വെച്ചാൽ- നിരക്കാത്തതായിരിക്കും. അപ്പൊ താങ്കൾ പറയുന്നതാണോ സത്യം? നോക്കൂ, ആരാണെങ്കിലും എന്റെ മുന്നിൽ വരാൻ പറയൂ. ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ മുന്നിൽ വന്ന് സത്യം നിന്ന് എന്താണെന്ന് പറയട്ടെ. സത്യം എന്താണെന്ന് ഞാനിവിടെ താങ്കൾ അറിയാൻ ഇരിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയൂ. മരിച്ചുപോയ ആ യുവാവിന്റെ അമ്മ പറയുന്നത് താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ. നോക്കൂ, ഞാൻ നിൽക്കൂ, പറയുന്നത് ഞാൻ കാണിക്കാം. താങ്കൾ നേരിട്ട് തന്നെ കണ്ടോളൂ. താങ്കൾ വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്കൾ ചോദിക്കൂ. നിതീഷ് കട്ടാരയുടെ അമ്മ തന്റെ മകൻ മരിച്ചതിന് ശേഷം ഓരോ സെക്കൻഡിലും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ താങ്കളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അതായത് കേൾക്കൂ. കോടതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സത്യം നീതിപീഠത്തെക്കാൾ എന്താണെന്ന് ഒരുപാട് ഇപ്പോൾ മനസ്സിലാവും. മുകളിലല്ലേ. പ്ലീസ്, ഞാൻ അവർ പറയുന്നത് പറയുന്നത് മനസ്സിലായല്ലോ കേൾക്കൂ. അല്ലേ? അതായത് വന്ന സാക്ഷികള് വരാത്ത സാക്ഷികള് നിതീഷിന്റെ ഫ്രണ്ട്സും വന്നായിരുന്നു. അവർക്കും കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഫോട്ടോഗ്രാഫ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല ഫ്രണ്ട്സാ. അങ്ങനെ ആയിരുന്നിട്ട് പോലും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഞാൻ പറയൂ. അവരവിടെ സാക്ഷി പറയുന്ന സമയത്ത് അവരും അവരുടെ ചുറ്റി 15 പേരും ഉണ്ടായിരുന്നു. എനിക്ക് ശ്വാസം വിടാൻ ഇതെന്തൊക്കെയാ കുറച്ച് ഈ സ്ഥലം പറയുന്നത്? താ. എല്ലാവരും ഒന്ന് അല്പം മാറിപ്പോ എന്ന് സത്യം പറയാനാ എനിക്ക് തോന്നിയത്. അവർ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും പേര് ചുറ്റും നിന്ന് അവരെ വിരട്ടാൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കോളേജിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എത്രമാത്രം കഷ്ടമായിരുന്നിരിക്കും. രജത് സാർ, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു കേട്ടതല്ലേ കാര്യം ഇത്? മനസ്സിലായി. താങ്കളുടെ ആൾക്കാർ ഇത് സാക്ഷികളെ പൂർണ്ണമായും കൂറുമാറ്റാൻ ഒരു പരിശ്രമിക്കുന്നു. വ്യാജ കുറ്റാരോപണമാണെന്നേ ഞാൻ പറയൂ. ഇതെല്ലാം ഒരു കെട്ടുകഥയാണ്. ഇത് ഞാനല്ല അല്ല, പറഞ്ഞത്, മീഡിയ ഒരു സാക്ഷിയാണ് ജനങ്ങളോട് പറയുന്നത്. ഒരു നുണക്കഥയാണ്. നോക്ക് സാർ, താങ്കൾ അല്ലല്ല, തന്നെ ഇതിൽ ശരിക്കും എന്റെ യാദവ് സാർ, തെറ്റ് അല്ല. മകനെ അല്ല. നഷ്ടപ്പെട്ട ഒരു അമ്മ ഇതുവരെ അല്ല, ഒരേ ഒരു ഫോട്ടോഗ്രാഫ് ആരോടെങ്കിലും കാണിക്കാൻ പറയൂ, കാണട്ടെ. DP യാദവ് കോടതിയിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇതാണ് സത്യം. ഇതാ നോക്ക് യാദവ് സാർ, ഇതുവരെ ഞാൻ കോടതിയിൽ ഇത് പോലും ഇത് പോയിട്ടില്ല. ആ അമ്മയുടെ അല്ലല്ല, ഇത് ഞാൻ ആ അതല്ല അമ്മയുടെ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് നഷ്ടപ്പെട്ടത് തന്റെ നിങ്ങൾ മകനെയാണ്. പറയുന്നതൊക്കെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ. താങ്കളുടെ മകൻ 4 വർഷമായിട്ട് ജയിലിലാണെന്ന് താങ്കൾ എത്രത്തോളം അതെ, ഒരുപാട് വേദനിക്കുന്നുണ്ട്. വിഷമമുണ്ട്. അപ്പൊ മകനെ നഷ്ടപ്പെട്ട അവർക്ക് വേദന കാണില്ലേ? തീർച്ചയായും ഉണ്ടാകും. ഞാൻ അതിനെ ഇവിടെ എതിർത്തില്ലല്ലോ. താങ്കൾ അതെ, അതെ, തെറ്റായിട്ടാണ് ശരിയാണ്. എന്ന് സംസാരിക്കുന്നത്. വെച്ച് വ്യാജ കുറ്റാരോപണം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വിധി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അല്ല, പോലെയാണ്. ജഡ്ജ്മെന്റ് അതായത് ഞാനല്ല സാർ, പറയുന്നത്. അവർ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ 4 ദിവസം ആ, മുമ്പ് താങ്കൾ ചോദിക്കൂ. ഒരു അവസരം തരൂ. യാദവ് സാർ, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവരെ എന്നെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട്. പക്ഷെ ഈ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നു. നിങ്ങൾ എന്നെങ്ങാനും കിഡ്നാപ്പ് ചെയ്താലോ? എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടെന്ന് വേണം ഞാൻ പറയാൻ. എന്നെ പോലുള്ള ഒരു പെണ്ണിനെ എന്നെ നിങ്ങളുടെ മുന്നിൽ ഇത്രയും പേടിയുണ്ടെങ്കിൽ നിങ്ങളെ കാരണം അഫക്ട് ചെയ്ത പെമ്പിള്ളേർ എങ്ങനെയാ നിങ്ങളോട് എതിർക്കുന്നേ? അവരും എന്നെ പോലെ എന്നെ കൊല്ലുവോ എന്നെ എടുത്തോണ്ട് പോവോ എന്നൊക്കെ പേടിച്ചായിരിക്കില്ലേ ഇരിക്കുന്നേ. അവർക്ക് നിങ്ങളോട് എതിർക്കാൻ കഴിയില്ല. കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കര നിങ്ങളെ എന്റെ പേടിയാണ്. മകളെ പോലെ സഹോദരി പോലെ ഞാൻ കാണുന്നത്. നിങ്ങളെ രജിത് സാർ വരാൻ പറഞ്ഞാണോ? ഉറപ്പായിട്ടും എന്നെ അല്ല, രജിസ്റ്റർ എനിക്ക് അങ്ങനെയാണ് വിളിച്ചിട്ടില്ല. ഇപ്പോ തോന്നുന്നത്. ഒരു സ്റ്റുഡന്റ്. രജത് സാറാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. യാദവ് എന്നാൽ സാർ, ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറയാം. പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നൊന്നും അല്ല, എനിക്കറിയില്ല. അതായത് പക്ഷേ ഞാൻ എനിക്ക് പറഞ്ഞത് നിങ്ങളെ യാദവ് സാർ, ഭയങ്കര താങ്കൾ പേടിയാണ്. പബ്ലിക്കിനെ എതിർക്കുകയാണെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ഞാനിവിടെയാണ്. താങ്കൾ ആ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഞാൻ മാഡം. എപ്പോഴും നിൽക്കൂ സാർ, ജനങ്ങളുടെ സാർ കൂടെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. താങ്കൾ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണ്. സാർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കൂ. എന്നെ നിങ്ങൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കും. വീണ്ടും നിങ്ങൾ എന്നെ വിളിക്കണം. പക്ഷെ എന്റെ വിഷമം എന്താന്ന് വെച്ചാ മീഡിയ ഞങ്ങളെ എങ്ങോട്ടും ക്ഷണിക്കുന്നില്ല. ഒരു ഭാഗം മാത്രം അവർ പറയുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായി 4 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പൊ രജിത് സാറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് രജിത് സാർ ഇതുവരെ ഒരു 10 ഇന്റർവ്യൂ എങ്കിലും നടത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹത്തിന് മുന്നിൽ വെച്ചാണല്ലോ പറയുന്നത്. മറ്റൊരുപാട് ചാനലുകളുണ്ട്. അവരിതുവരെ DP യാദവിനെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പോലുമില്ല. നോക്കൂ യാദവ് സാർ, താങ്കളെ ഇവിടേക്ക് ക്ഷണിച്ചതിന് താങ്കൾ ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്തൊക്കെ എന്നോട് നന്ദി പറയുന്നത് എനിക്ക് ശരിക്കും, അതായത് രജത് സാർ ശരിക്കും എനിക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ തന്നത്.
അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. കാരണം എനിക്ക് പറയാനുള്ള അവസരം തന്നു അദ്ദേഹം. മീഡിയ എന്തിനാണ് സാർ കുറ്റപ്പെടുത്തുന്നത്? അതായത് സത്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിനും മീഡിയ പക്ഷേ താങ്കളെ ക്ഷണിച്ചത് വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിൽ താങ്കൾ താങ്കളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചതായിട്ടാണ് അല്ലല്ല, തോന്നുന്നത്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചെനിക്ക് നല്ല കാര്യമാണ് ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുണ്ട്. താങ്കൾ ഓരോരുത്തരായിട്ട് ചോദിക്കൂ. നിങ്ങൾ ഈ കാര്യം ഡിനേ ചെയ്താലും നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം അറിയാം. നിങ്ങളുടെ മകൻ നിതീഷ് കട്ടാര കേസിലും പിന്നെ ജെസിക്ക ലാൽ മർഡർ കേസിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ഇപ്പോ ഇംഗ്ലണ്ടിലാ ഉള്ളത്. അയാൾ അവിടെ ഇല്ലെന്നാ പറയപ്പെടുന്നത്. നിങ്ങൾ അയാളെ ഇവിടെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുന്നുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയതിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. പിന്നൊരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇതെല്ലാം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. അതായത് സ്വാധീനമുള്ള ചില ആളുകൾ, വലിയ ആളുകൾ, പിന്നെ ചില മീഡിയാക്കൾ കോടതി പറയുന്നതിനപ്പുറം അവർക്ക് പറയാൻ കഴിയും. അവർ പറയുന്നുമുണ്ട്. എന്നെപ്പോലൊരാൾക്ക് കോർട്ടിനെ ധിക്കരിച്ച് എന്തു പറയാൻ കഴിയും? ഞാൻ കോടതിയെയും നിയമത്തെയും ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. ശിരസാ വഹിക്കുന്നയാളാണ്. കോടതി എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അല്ലല്ല, ഓരോരുത്തരായിട്ട് ചോദിക്കുക. നടുവിൽ ഇങ്ങനെ സംസാരിക്കരുത്. താങ്കൾ സംസാരിക്കൂ. സാർ, കുറച്ചു നേരം മുന്നേ നിങ്ങൾ സത്യത്തിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ചു നേരം മുന്നേ കുടുംബത്തിന് വേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു. നിങ്ങൾ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് ഞങ്ങൾ എങ്ങനെയാ സാർ വിശ്വസിക്കേണ്ടത്? അല്ല, കുടുംബം എന്ന് പറയുന്നത് അല്ല, കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വം വേണ്ടെന്നാണോ? നിങ്ങളുടെ കുടുംബം എന്തെങ്കിലും പറഞ്ഞാൽ അത് കള്ളമാണെന്ന് നിങ്ങൾ പറയൂ? നിങ്ങൾ പറഞ്ഞത് മനുഷ്യന് തന്റെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, അതുപോലെ സമൂഹത്തിന്റെ അടുത്തും ഉണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് സമൂഹമല്ലേ? നിങ്ങളെ തിരഞ്ഞെടുത്ത് പ്രതിനിധിയാക്കിയതൊക്കെ ഇവരല്ലേ? അങ്ങനെയുള്ളപ്പോ കുടുംബത്തിനേക്കാളും പ്രതിബദ്ധത സമൂഹത്തിനോടല്ലേ വേണ്ടത്? അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു. നീതിന്യായ മണ്ഡലത്തെ ഒരുപാട് ബഹുമാനമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടി വാറന്റ് ഇഷ്യൂ ചെയ്തപ്പോ എന്തുകൊണ്ടാ അവര് വരാത്തത്? മൂന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീഡിയയുടെ മേലെയാണ് കുറ്റം ചുമത്തുന്നത്. മീഡിയക്ക് ആരെ വേണമെങ്കിലും ദൈവമാക്കാം. അങ്ങനെയാണെങ്കിൽ മീഡിയ എന്താ നിങ്ങളെ ദൈവമാക്കാത്തത്? അതിന് തക്കോണം എന്ത് ദ്രോഹം മീഡിയയോട് ചെയ്തത്? ഇത്രയും മോശമായിട്ട് തുടർന്ന് നിങ്ങളെ വേട്ടയാടാൻ വേണ്ടിട്ട്. അല്ല, അതിന് ചില പെട്ടെന്നുള്ള കാരണങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എനിക്ക് രജത് സാറിനോട് യാതൊരു വിരോധവുമില്ല. എന്നാൽ മീഡിയയുടെ പുറകിൽ നിന്നുകൊണ്ട്, അതായത് മീഡിയയുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ നിൽക്കുന്നവരെല്ലാം എത്ര ശക്തിയുള്ളവരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയാനുള്ള ചാൻസ് ഇല്ല. യാദവ് സാർ, താങ്കളുടെ അടുത്ത് ഞാൻ ഒരു മിനിറ്റ് യാദവ് സാർ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എന്റെ പിന്നിൽ അല്ലെങ്കിൽ താങ്കളുടെ പിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യ ടിവിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇന്നുവരെ ഈ DP യാദവിന്റെ പേരിൽ ഒരു ചെറിയ കേസ് പോലും ഇല്ല. യാദവ് സാർ, താങ്കൾക്ക് ഞാൻ നല്ല സന്ദർഭം നൽകി. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി. താങ്കൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജി TR ഖർക്കറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിയത് DP യാദവിനോടാണ്. അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു. ജെസിക്ക ലാൽ മർഡർ കേസിനെ കുറിച്ച് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹത്തിനോട് നിതീഷ് കട്ടാരയുടെ കൊലപാതകത്തിനെ കുറിച്ചും നമ്മൾ ചോദിച്ചു. പിന്നീട് DP യാദവിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചും നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ജഡ്ജ്മെന്റിനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ജഡ്ജിയായ ഡൽഹി ഫോർമർ പോലീസ് കമ്മീഷണറായ ഖർക്കറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. DP യാദവ് സാർ, തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റാരോപണങ്ങളിൽ, കഠിനമായ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഭാഗത്ത് തന്റെ രാഷ്ട്രീയ എതിരാളികളെ കുറ്റവാളികളായി ചിത്രീകരിച്ചു, മറ്റൊരു ഭാഗത്ത് മീഡിയയെയും കുറ്റം പറഞ്ഞു. അദ്ദേഹം രക്ഷപ്പെടാനായി എല്ലാ ശ്രമങ്ങളും നടത്തി. അതായത് ഈ കുറ്റാരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം എത്രമാത്രം ഒഴിഞ്ഞു മാറിയെന്നാൽ തന്റെ സ്റ്റാറ്റസ് എത്രമാത്രം ശുദ്ധീകരിക്കാൻ സാധിച്ചു എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കാര്യം മാത്രം പറയാം. നിയമത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഒരു ദിവസം നിയമം നമ്മളെ, നിങ്ങളെയായാലും എന്നെ ആയാലും, ഒരു ദിവസം തീർച്ചയായും പിടിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് DP യാദവ് സാറിനോട് പറയാനുള്ള ഒരേയൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, തന്റെ ഇമേജ് നേരെയാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എങ്കിൽ, ജനങ്ങളെ നിങ്ങൾ സേവിക്കുന്നുണ്ട് എങ്കിൽ, ആ ഇമേജ് ജനങ്ങൾക്ക് നടുവിൽ ശക്തിപ്പെടുത്താനായി നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു ദിവസം ജനങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനും സാധ്യതകൾ അധികമാണ്. നന്ദി.
നമ്മൾ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി DP യാദവിനെതിരായിട്ട് വിചാരണ നടത്തി. തന്റെ ഭാഗങ്ങൾ പറയാൻ മീഡിയ സന്ദർഭം നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കുറ്റങ്ങൾ ആരോപിച്ചു, അദ്ദേഹത്തിന്റെ ഭാഗം പറയാനുള്ള സന്ദർഭം നൽകി. ആരെത്രത്തോളം വിശ്വാസയോഗ്യമായ വ്യക്തിയാണ്, ഏതാണ് സത്യം ഏതാണ് കള്ളം, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആപ്കി അദാലത്തിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു അതിഥിയോടൊപ്പം പുതിയ വിചാരണയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.